السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. ആദരണീയരായ മാതാപിതാക്കളെ, ഗുരുനാഥന്മാരെ, സഹോദരി സഹോദരന്മാരെ, സഹപാഠികളെ, നാം എല്ലാവരും മക്കളെ കുറിച്ച് സ്വപ്നം കാണുന്നവരാണ്. അവർ നല്ല നിലയിൽ എത്തണമെന്നും അള്ളാഹുവിന്റെ ഇഷ്ടകാരുണ്യം അവരിൽ ഉണ്ടാവണമെന്നും സദാ തേടുന്നു. എങ്ങനെയാണ് ഇതൊക്കെ മക്കൾക്ക് ലഭിക്കുക? അതിനുള്ള വഴികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. ഉപ്പയുടെയും ഉമ്മയുടെയും ശിക്ഷണവും മാർഗദർശനവും മക്കളുടെ കർമ്മമാർഗമാണ്. അതുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞത്: മക്കളുടെ സ്വഭാവവും സംസ്കാരവും നന്നാക്കിയെടുക്കുക. ഒരിക്കൽ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരാൾ മകനെ കുറിച്ച് പരാതി പറഞ്ഞു. അപ്പോൾ ഖലീഫ ആ മകനെ വിളിച്ചു വരുത്തി. അപ്പോൾ ആ മകൻ പറഞ്ഞു: അമീറുൽ മുഅ്മിനീൻ, പിതാവിന് മകനോടുള്ള ബാധ്യതകൾ എന്തെല്ലാമാണ്? അപ്പോൾ ഖലീഫ പറഞ്ഞു: മാതാപിതാക്കളെ സംരക്ഷിക്കുക, ഖുർആൻ പഠിപ്പിക്കുക, നല്ല പേരിടുക. അപ്പോൾ ആ മകൻ പറഞ്ഞു: ഈ ബാധ്യതകളിൽ നിന്ന് ഒന്നുപോലും എന്റെ പിതാവ് എന്നെ പഠിപ്പിച്ചിട്ടില്ല. എന്റെ മാതാവ് ഒരു അഗ്നി ആരാധകയാണ്. എനിക്ക് പേരിട്ടത് ജ്വാല അഥവാ കരിവണ്ടി എന്നാണ്. അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് ഒരു അക്ഷരം പോലും എന്നെ അവർ പഠിപ്പിച്ചിട്ടില്ല. ഖലീഫ ദേഷ്യത്തോടെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു: മകൻ ഉപദ്രവിക്കുന്നു എന്ന പരാതിയുമായല്ല നിങ്ങൾ ഇങ്ങോട്ട് വന്നത്. മകൻ നിങ്ങളെ ഉപദ്രവിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അവനെയാണ് ഉപദ്രവിച്ചത്. നല്ല പേരിട്ടില്ല, മാതാപിതാക്കളെ സംരക്ഷിക്കാനും പഠിപ്പിച്ചിട്ടില്ല, ഖുർആനും പഠിപ്പിച്ചിട്ടില്ല. നല്ല കുട്ടികളെ കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോക്കൂ. ഒരാൾ മരണപ്പെടുന്നതോടെ അയാളുടെ എല്ലാ കർമ്മങ്ങളും നിലച്ചു പോകും, എന്നാൽ 3 കാര്യങ്ങൾ ഒഴികെ. 1. നിലനിൽക്കുന്ന ദാനകർമ്മങ്ങൾ. 2. ഉപകാരപ്രദമായ വിജ്ഞാനം. 3. പ്രാർത്ഥിക്കുന്ന മക്കൾ. അന്ത്യനാളിൽ ഒരാൾ അള്ളാഹുവിന്റെ മുന്നിലേക്ക് കടന്നു വരും. അപ്പോൾ അയാളോടൊപ്പം പർവ്വതത്തോളം വലിപ്പമുള്ള സൽക്കർമ്മങ്ങളും ഉണ്ടാകും. അത്ഭുതത്തോടെ അയാൾ ചോദിക്കും: നാഥാ, എനിക്കെന്തിനാണ് ഇത്രയും പ്രതിഫലങ്ങൾ? അപ്പോൾ അള്ളാഹു മറുപടി പറയും: നിന്റെ മക്കൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. നല്ലൊരാൾക്ക് അള്ളാഹു സ്വർഗലോകത്തെ പദവികൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അയാൾ ചോദിക്കും: നാഥാ, എനിക്കെന്തിനാണ് ഇത്രയും പദവികൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്? അപ്പോൾ അള്ളാഹു മറുപടി പറയും: നിന്റെ മക്കൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. ഖുർആൻ പഠിക്കുന്ന മക്കൾ അവർ പഠിച്ച ഓരോ ആയത്തുകൾ ഓതുമ്പോഴും മാതാപിതാക്കൾക്കും പ്രതിഫലമുണ്ടെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ മാതാപിതാക്കളുടെ പാപങ്ങൾ പൊറുക്കാൻ ഇത് കാരണമാകും. അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ നാം എല്ലാവരും അഭിമാനമുള്ളവരായി തീരണം. അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന സൽക്കർമ്മങ്ങളായി തീരണം നമ്മുടെ മക്കൾ. നമ്മുടെ മക്കളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഈ സംസാരം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.